കർത്താവിന് മഹത്വം. ഇന്നത്തെ ചിന്തയ്ക്കായി ഗലാത്യ ലേഖനം 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. ദൈവത്തെ അറിയുക, ദൈവം നിങ്ങളെ അറിയുക. നാം ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത് കർത്താവിനെ അറിയുക, കർത്താവിനെ മാത്രം അറിയുക, കർത്താവിനെ അല്ലാതെ മറ്റാരെയും അറിയാതിരിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയും. മതങ്ങളിൽ നിന്ന് മതത്തിന്റെ ഗുരുക്കന്മാരെയും ആചാര്യന്മാരെയും അവരുടെ ചിന്താസരണികളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുവിനെ നിങ്ങൾക്ക് ഒരു മതത്തിൽ നിന്ന് ലഭിക്കുകയില്ല. യേശു എനിക്ക് നിങ്ങൾക്കും ഒരു അനുഭവമാണ്. ഒരുപക്ഷെ പാലസ്തീനിൽ ജീവിച്ച് പ്രവർത്തിച്ച് മരിച്ച യേശുവിനെ ചരിത്രത്തിന് നൽകുവാൻ കഴിയും. എന്നാൽ നമ്മുടെ ക്രിസ്തു മതത്തിന്റെ സ്വാധീനത്താൽ ശക്തിയാൽ പ്രസംഗിക്കപ്പെടുന്ന ഒരു ഗുരുവര്യനല്ല. ഇത് ഒരു വെളിപ്പാടാണ്. ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിനെ ആത്മാവിൽ അറിയുക, ക്രിസ്തുവിനെ അനുഭവിച്ചറിയുക. ഇവിടെ ദൈവത്തെ അറിയണം. എങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു പറയുന്നു, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. യേശുവിനെ അറിയുന്നത് നിത്യജീവനാണ്. പ്രിയമുള്ളവരെ, നിത്യജീവൻ എന്നത് ക്രിസ്തുവിനെ അറിയുന്നത് പോലെ ദൈവത്തെ അറിയുന്നതാണ്. നിത്യജീവൻ യേശുവിൽ ആകുന്നു. യഥാർത്ഥത്തിൽ യേശു തന്നെയാണ് നമ്മുടെ നിത്യജീവന്റെ ആധാരം. ഇതൊരു ആത്മീയമായ അറിവാണ്. ക്രിസ്തുവിനെ ആത്മാവിൽ ഞാൻ അനുഭവിച്ചറിയുന്നതാണ്. അവിടെയാണ് ക്രിസ്തു എനിക്ക് വേണ്ടി എന്റെ ജീവനായി, ജീവിതമായി, എന്റെ ജയമായി മാറുന്നത്. ദമസ്കോസിന്റെ വഴിത്തലക്കൽ വീണ് കിടക്കുന്ന ശൗൽ പ്രഥമമായി കർത്താവിനോട് ചോദിച്ചത്, നീ ആരാകുന്നു കർത്താവേ? യഥാർത്ഥത്തിൽ ആ ചോദ്യം തിരിച്ച് യേശു ശൗലിനോട് ചോദിക്കേണ്ടതാണ്. നീ എന്നെ എന്തുകൊണ്ട് ഉപദ്രവിക്കുന്നു? എന്തിനു വേണ്ടിയാണ് എന്റെ സഭയെയും വിശ്വാസികളെയും ക്രിസ്തു ശിഷ്യന്മാരെയും അല്ലെങ്കിൽ എന്റെ അനുയായികളെ ഇപ്രകാരം ഉപദ്രവിക്കുവാൻ നീ എന്തിനു തയ്യാറാകുന്നു എന്നാണ് പൗലോസിനോട് ചോദിക്കേണ്ടത്. പക്ഷേ ഇവിടെ പൗലോസായി തീർന്ന ശൗൽ കർത്താവിനോട് പ്രതികരിക്കുന്നത്, നീ ആരാകുന്നു കർത്താവേ? അതൊരു അന്വേഷണമായിരുന്നു. അത് കേവലം ഒരു ചോദ്യമല്ല. ജീവിതത്തുടനീളം ഏറ്റവും അവസാനം കാരാഗ്രഹം വരെ, അവസാന ശ്വാസം വരെ പൗലോസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ക്രിസ്തു ആരാണെന്ന്. എനിക്ക് അവനെ അറിയണം. എനിക്ക് അവനെയും അവന്റെ കഷ്ടാനുഭവങ്ങളെയും അതുമാത്രമല്ല മരണ പുനരുത്ഥാനങ്ങളുടെ കൂട്ടായ്മയും എനിക്ക് വീണ്ടും അനുഭവിച്ചറിയണം. നമുക്ക് എല്ലാവർക്കും പുനരുത്ഥാനത്തിന്റെ ശക്തി ഇഷ്ടമാണ്. റിസറക്ഷൻ പവർ അല്ലെങ്കിൽ ഉയർപ്പിന്റെ ശക്തി. കല്ലറകളെ ഭേദിക്കുന്ന പാപത്തെയും പിശാചിനെയും ലോകത്തെയും സാത്താന്യ അധികാരികളെയൊക്കെ തകർക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരത്തെ നാം ഇഷ്ടപ്പെടുന്നു. ശക്തി നമ്മുടെ മേൽ ആവസിക്കുവാൻ നാം അതിനുവേണ്ടി കാത്തിരിക്കും. എവിടെയാണ് പ്രിയമുള്ളവരെ ഉയർപ്പിന്റെ ശക്തി ലഭിക്കുന്നത്? അത് മരണ നിമിത്തമാണ്. മനുഷ്യരിൽ മാത്രമേ ഉയർപ്പുള്ളൂ. എങ്ങനെ മരിക്കാൻ കഴിയും? അതിനു മുമ്പ് കഷ്ടാനുഭവങ്ങൾ കൂടി കർത്താവ് കടന്നുപോയി. യേശു അനുഭവിച്ച പീഡനങ്ങളും എതിർപ്പുകളും ഉപദ്രവങ്ങളും ചാട്ടവാറും കല്ലേറും മുള്ളും കുന്തവും അപ്രകാരമുള്ള അസഹനീയമായ വേദനകളിൽ കൂടി, ക്രൂശിൽ കൂടി, യാതനയിൽ കൂടി, അപമാനങ്ങളിൽ കൂടി, ലജ്ജയിൽ കൂടി യേശു സഹിച്ച വേദനകൾ, യേശുവിന് ക്രൂശിൽ ലഭിച്ച കഷ്ടതകൾ, പ്രിയമുള്ളവരെ, അതാണ് ക്രിസ്തുവിനെ മരണത്തിലേക്ക് നയിച്ചത്. ആദ്യം ക്രൂശും അത് നിമിത്തമുള്ള കഷ്ടതകൾ, പിന്നത്തേതിൽ തന്റെ ജീവനെ പിതാവിന്റെ കരങ്ങൾ അർപ്പിച്ചു. അവിടെയാണ് അരിമത്തിൽ യോസഫിന്റെ കല്ലറയിൽ ആ ശരീരം അടക്കം ചെയ്തു. കല്ല് നീങ്ങിയതും കല്ലറ പൊളിഞ്ഞതും യേശു ഉയർത്തതും കർത്താവ് സ്വർഗാരോഹണം ചെയ്തതും ഒക്കെ പിന്നത്തേതിലാണ്. ഈ ചിന്ത ഞാൻ ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. പൗലോസ് ആഗ്രഹിച്ച ഒരു കാര്യം മാത്രമാണ്, ദൈവത്തെ അറിയണം. ഗലാത്യ ലേഖനം പറയുന്നത് ദൈവം നിങ്ങളെയും അറിയണം. ഈ അറിവ് ഒരു ബന്ധമായി മാറി. ആ ബന്ധം ഒരു അനുഭവമായി മാറി. അനുഭവം ജീവിതത്തിലെ യാഥാർത്ഥ്യമായി മാറി. ജീവിത യാഥാർത്ഥ്യങ്ങൾ പൗലോസിനെ കൂടുതൽ കൂടുതൽ ക്രിസ്തുവിനെ ഭാവത്തിലേക്കും ക്രിസ്തുവിനെ പോലെ ഒരു ക്രിസ്തു സമാനമായ ജീവിതത്തിലേക്ക് താൻ നയിക്കപ്പെട്ടതുകൊണ്ട് പിന്നത്തേതിൽ താൻ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എന്റെ അനുകാരികളാകുവിൻ. കാരണം ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയാണ്. പ്രിയമുള്ളവരെ, നാം കർത്താവിനെ അറിയുന്തോറും നാം അവനെ പോലാ. അപ്രകാരമുള്ള ഒരു അറിവ് നമുക്കുണ്ടാകുവാൻ ദൈവം കൃപ നൽകട്ടെ. ആ ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടുന്തോറും നമ്മുടെ പോരായ്മ, നമ്മുടെ പാപം, നമ്മുടെ പരാജയം, നമ്മുടെ താഴ്ച, നമ്മുടെ തിന്മ, നമ്മുടെ കുറവുകൾ, നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകൾ കണ്ടുണർന്ന് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാനുള്ള ദാഹം, വാഞ്ച, ആശ വർദ്ധിച്ച് ക്രിസ്തു നിങ്ങളിലൂടെ ജീവിക്കുവാൻ, നിങ്ങളെ സമർപ്പിക്കുവാൻ ഈ വചനങ്ങൾക്ക് ഇടയാകട്ടെ. ഗോഡ് ബ്ലസ് യു.